ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ. ഞാൻ ഇന്നലെ വന്നിരുന്നു. മോളുടെ കല്യാണമാണ് സാറ് പറഞ്ഞു. അങ്കിൾ പുള്ളിക്ക് ഒരു 1000 rupees കൊടുത്തേക്കണം കേട്ടോ. എന്റെ കാർ കിട്ടിയ സൗകര്യല്ലേ? കാറ് നന്നാക്കിയോ? സോറി, ആളറിയാതെ പറ്റിയതാണ്. അത് ശരി, നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത്. സോറി അങ്കിൾ, ഇവരുടെ ബിൽ അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം. ഒരു 250 രൂപ കൂടുതൽ കൊടുത്തേക്കണം. കൂട്ടുകാരൊക്കെ വിളിച്ചൊന്ന് കൂടാനാ. നമുക്ക് ഒരു ദിവസം കൂടണം കേട്ടോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാണാൻ നിൽക്കണ്ട, അങ്കിളിനെ കണ്ടാ മതി. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ സ്ഥലത്ത് എത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലെന്ന് പറഞ്ഞിരിക്കുക. ആകെ പ്രശ്നങ്ങളാണ്. ശരി. പിന്നെ അങ്കിൾ ഒന്നുമില്ല. ഓക്കെ. ഹലോ ഹലോ. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിൽ വിഷമമുണ്ടോ? എന്തിന്? ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, ലോക്കപ്പിലും കിടന്നിട്ടുണ്ട്. ഇത്തിരി കഴിക്കുന്ന സ്വഭാവം ഉണ്ടേ, അറിയാലോ. ഇവിടെ ലോക്കപ്പില് മൂട്ടയുണ്ടോ? എന്താ, ലോക്കപ്പിൽ കിടന്നു നോക്കണോ? നിർബന്ധമില്ല. പോലീസ് ഡ്രൈവറെ തല്ലി എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഓ, കാണട്ടെ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും. അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തുതീർക്കുന്നതാണ് നല്ലത്. അത് ശരി, ഞങ്ങൾ സംസാരിച്ചൊതുക്കാം. എവിടെയാ സുഹൃത്ത്? മാധവൻ. മാധവൻ, സോറി. വരണം സുഹൃത്ത്, വരണം. ഞാൻ വരണം. നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കയറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. പറ, കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. സത്യമായിട്ട്? സത്യം. ഇല്ലല്ലോ. പിന്നെ മാറ്റല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്, ഇത് വെച്ചോ. കുശാലായിട്ടൊന്നും മിനുങ്ങ്. എസ്ഐ കണ്ട് പറയണം, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വെച്ചോ, വരട്ടെ. മേ ഐ കം ഇൻ സർ? താങ്ക് യു സർ, ഞാൻ നിന്നോളാം. താൻ സ്മോള് കഴിക്കോ? അങ്ങനെ പതിവൊന്നുമില്ല സാർ. പിന്നെ ചില ഒക്കേഷൻസില്. ഇരിക്കെ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. സിറ്റ് ഡൗൺ ഐ സേ. ഒരു സ്മോള് കഴിക്കാൻ ആരെ കമ്പനി കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു സാർ. എനിക്ക് വേണ്ട സാർ. സാർ, ഒരു 3 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഭാര്യയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഒരു വഴിപാട് നടത്താൻ പോകാനായിരുന്നു. തനിക്ക് വേറെ ജോലിയില്ലേ? വഴിപാട്? യോ സാർ, അങ്ങനെ പറയരുത് സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ. അതിനുവേണ്ടി ഒരു വഴിപാട് നടത്താനാ. ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. ബേർഡനാ അതൊക്കെ. താൻ പെണ്ണ് കെട്ടിയത് അബദ്ധമാണ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂ. പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ്. അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച് തലയെ കയറ്റണോ? അപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? ഡൈവേഴ്സ് ചെയ്യണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് തരാം. അയ്യോ, അതല്ല സാർ, എന്റെ ലീവിന്റെ കാര്യം. അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക, വാങ്ങുക. എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല, ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വയ്യ. താൻ കഴിക്കണോ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ, MD നിർബന്ധിച്ചപ്പോ. തനിക്ക് ലീവ് തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അയ്യോ സാർ, ഞാൻ രാജീവ, ഓഫീസിലെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? അങ്കിൾ, ബോറടിച്ചപ്പോ വെറുതെ ഒരു സ്മോൾ. ബോറടിക്കുമ്പോ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവുക. ഇതൊരു ഓഫീസാണ്, നോട്ട് എ ബ്രാൻഡി ഷോപ്പ്.
മെന്നെ ഒരു മിനിറ്റ്. ആ അറിയില്ലേ അഡ്വക്കേറ്റ് ഗോവിന്ദൻ? ഹലോ. ഹലോ, എക്സ്ക്യൂസ് മീ, എനിക്ക് മേനെ കൊണ്ടൊരു ചെറിയ കാര്യമുണ്ട്. ഓൾറൈറ്റ്, വിളിച്ചോണ്ട് പോയിക്കോ. ഇപ്പൊ തന്നെ 40,000-40,000 രൂപ പോയിരിക്കും. വരൂ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ ഇതെന്ത് കളിയായി കളിക്കുന്നത്? ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ. ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ? ഇല്ല. എന്നാ അറിഞ്ഞോ? 7 എണ്ണം ഉണ്ട്. സമൻസ് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല. ഇപ്പൊ ഇതാ ഒരെണ്ണം വാറണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമെന്താ? അറസ്റ്റ് ചെയ്തുകൊണ്ടു. ആഹാ. വാറണ്ട് എത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് പോലീസുകാർ വിലങ്ങ് വയ്ക്കോ? പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ സാറേ. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. നല്ല ബലത്തിൽ ഒന്ന് അമർത്തി. ചൊറിയുന്നു. ആ ബലം കഴിച്ചു കൊണ്ടുപോകും. പ്രതി വിലങ്ങ് വെക്കണമെന്ന് നിർബന്ധം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും? രാജി, ആരെങ്കിലും കണ്ടാ മോശല്ലേ? അങ്കിൾ ഇത്ര സില്ലി ആയിട്ട് വിചാരിക്കുന്നത് എന്തിനാ? വിലം കിട്ടാ അവിടെ മോശക്കാരനാവൂ? അല്ലാതെ എന്നെ മോശക്കാരനല്ലേ? വാ. നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. കോടതി മുറി ആയിരുന്നെങ്കിൽ ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ. വെറുതെ അല്ല വട്ടുമേനോന്ന് ചിലർ വിളിക്കുന്നത്. ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും. രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ? കഴിക്കേ. നല്ല വിരലുകൾ. താല്പര്യമുണ്ടോ? നമുക്ക് ആലോചിക്കാം. 4-5 വർഷം മുമ്പായിരുന്നെങ്കില് ഞാൻ ഓക്കെ പറയുമായിരുന്നു. 1-2 രാത്രിക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്റെ സ്റ്റാഫിനെ കിട്ടില്ല. അത് ഡോക്ടറുടെ തോന്നലാണ്. നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും 2-3 പെമ്പിള്ളാര് കാണും. ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കിടപ്പറ കണ്ടിട്ടുള്ളവരാണ്. ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട്, പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട്. ഇപ്പൊ വിളിച്ചാലും വരും, കാണണോ? പക്ഷെ അതും മടുത്തു. ഇനിയും കക്ഷി പോയില്ലേ? എന്താ, ഞാൻ പോണോ? വേണ്ട വേണ്ട, കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു പിള്ള പറയുന്ന കേട്ടു. ആലോചനകൾ ഇവിടെ, വിവാഹം സ്വർഗത്തിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ. തമാശ കളി രാജീവ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉപദേശമാണെങ്കിൽ വേണ്ട. ഇവിടെ വന്നപ്പോ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. രാജീവ്, 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 എഴുന്നേൽക്ക. എന്താ എങ്കിൽ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? സമയം എത്രയാന്ന് അറിയോ? മണി 11 കഴിഞ്ഞു. കറിയാച്ചൻ പോയാ? അയാള് രാവിലെ എണീറ്റ് പോയി. എവിടെ ആയിരുന്നു 2 ദിവസം? ഒന്ന് കറങ്ങി, നല്ല കമ്പനി ആയിരുന്നു. അല്ല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ? ഈ ജീവിതത്തിന്റെ. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരു കെട്ടഴിഞ്ഞ പട്ടം പോലെ അങ്ങനെ പോവാ ചെല്ലുന്നിടത്തോളം. 100 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്താ കാര്യമെങ്കിൽ? അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് ഇതൊക്കെ എന്നറിയാവോ? ഒരു നിമിഷം ആ മനുഷ്യൻ വിശ്രമിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് നേടി? അനുഭവിക്കാൻ കഴിയാത്ത കുറെ സ്വത്തുക്കൾ, അവകാശപ്പെടാൻ വയ്യാത്ത ഒരു ഭാര്യ, അവരുടെ പേരിലുണ്ടായ അപമാനം, അതിനിടയിൽ എങ്ങനെയോ ഞാൻ. കുഞ്ഞെ,
അങ്കിൾ എപ്പോഴും പറയാറില്ലേ നമ്മുടെ അന്തസ് അഭിമാനം എന്നൊക്കെ. എനിക്കതുണ്ടോ അങ്കിൾ? സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്ത് അങ്കിളിനെ റിസീവറായി വെച്ചപ്പോ എന്റെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു. സർക്കാർ കുട്ടി. കണ്ടോ, ഇത് കണ്ടോ, കൈ വിറയ്ക്കുന്ന കണ്ടോ? ഇവൻ ചെല്ലേണ്ട സമയമായി.